പറ്റിയടി? താഴെ പോകും, താപ്പോട്ടി പോകുന്നതാണ് തോന്നുന്നു അച്ചായ. താപ്പിട്ട് പോകുന്ന പോലെ തോന്നുന്നു. സ്റ്റാപ്ലർ ഇരിപ്പുണ്ടോ? സ്റ്റാപ്ലർ എന്തിന്? തൊലി ചേർത്താൻ അടിച്ചു വെക്കാം. അതെ, നിനക്ക് സംഗീതമായിട്ട് യാതൊരു പാരമ്പര്യം ഇല്ലാത്തതുകൊണ്ടാ. അച്ഛൻ പാടുവോ? അച്ഛൻ പാടത്തില്ല, അച്ഛൻ മൃഗസ്നേഹിയായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മകനെ വളർത്തിക്കൊണ്ട് വരത്തില്ല. ഒന്നുമില്ല. അത് വേണ്ട കേട്ടോ. 3 മക്കളാണല്ലോ സാറേ. എന്റെ മൂത്ത ഇറക്കണില്ലയോ? ഒരു ടേസ്റ്റും ഇല്ല. എന്താ നീ അവനെ ചവച്ച് നോക്കിയാ? അല്ല, കലാപരമായിട്ട് അവൻ ഒരു ടേസ്റ്റും ഇല്ലെന്ന്. ഞാൻ പിന്നെ അവനെ ഇവിടെ ഒന്നും നടത്തുന്നല്ലോ, ഉത്തരേന്ത്യയിലൊക്കെ നടന്ന ഒരു ആഘോഷമാണ് ഹോളി ആഘോഷം. കാരണം ഞാൻ സൗത്ത് ഇന്ത്യ സാറിലായിരുന്നു. നോർത്ത് ഇന്ത്യ ആരെയായിരുന്നു? അയച്ചിട്ടില്ലേ നീ അയച്ചിട്ടില്ലേ? വർക്കാവുന്നില്ല. അപ്പൊ മേജർ കയ്യിൽ നിന്ന് സാധനം മേടിച്ചടിച്ച് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പോലീസുകാർ പിടിച്ച് ചോദിച്ചാൽ അത് വർക്കാവില്ല. അല്ല, അത് വർക്കാവും. പിന്നെ ഇത് വർക്കാത്തില്ല പറഞ്ഞത്. ഇത് കേടാ. ബീച്ചിൽ പോയി കടലമ്മ കള്ളി നെല്ലിയത് മരിച്ചു പോയി. കടലെടുത്തോണ്ട് പോയോ? സായിപ്പെടുത്തോണ്ട് പോയി. ബീച്ചിൽ കടലമ്മ കള്ളി നിർത്തുന്നതിന് സായിപ്പന്തിരി എടുത്തോണ്ട് പോതെ. പിന്നെ കടപ്പുറത്ത് കണ്ണു നടന്ന് മാതാമയുടെ മുതുകത്ത് പോയി കടലമ്മ കള്ളി നെല്ലിച്ച് വെച്ചാൽ സായിപ്പെടുത്തോണ്ട് പോകത്തില്ലേ? എന്താ കാര്യം? സംഭവം വെള്ളം കൂടുതലാണ്. വെള്ളം കുറച്ചല്ലേ ചോദിച്ചത്? വെള്ളം കൂടുതലാണ്. തമിഴിലും തെലുങ്കിലൊക്കെ എത്ര ആൾക്കാർക്ക് മേക്കപ്പ് ചെയ്തിട്ടുള്ള ആളാണെന്നറിയോ? സുനിൽ ഷെട്ടി, അനുഷ്ക ഷെട്ടി, ശില്പ ഷെട്ടി, ഫോറിൻ ഷെട്ടി, നാടൻ ഷെട്ടി, ലാസ്റ്റിക്കോളി ഷെട്ടി, കളർബോത്തി ഷെട്ടി, മൂന്നെണ്ണം പറ്റേ. എന്റെ ഒരു സുഹൃത്ത് ഗിത്താർ വായിക്കുന്ന സത്താറിന്റെ ഒരു ഓർഡറാണ് ഈ സാധനം. അല്ല, അവന്റെ ഓർഡറാണെന്ന്. അല്ലല്ലേ, എന്റെ മകള് ഗർഭിണിയാണ്. അതും സത്താറിന്റെ ഓർഡറാണ്. അല്ലല്ല, അത് നമ്മുടെ വീട്ടിൽ തന്നെയാ. ബേബികളായിട്ടില്ല. ഇതാണ് എന്റെ ബേബി. അതെ. ഓ യാ, കം ഓൺ ബേബി. അത് പറ. രൂപ തന്നിരുന്ന എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു. മക്കളെ, ക്യാഷർ വന്നാലേ പൈസ കിട്ടൂ. അങ്ങനെ വരെ ലേറ്റായ ആകെ അലുമ്പ് കേസാവും. അയ്യോ, മുക്കിയതല്ല, ഒരു 1.5 കെട്ട കേറ്റി ഇട്ടതാ. മാല കൊല്ലം സ്വദേശിയായ സുഹൈബാണ് വെള്ളത്തിനടിയിൽ മുക്കിലിട്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് നിങ്ങൾ? ഞാൻ സുഹൈബിന്റെ ബീവി. അതെ, സുഹൈബിന് ബീഡിയുമായി വന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. ചോദിക്കണമെന്ന് വെച്ചാൽ ഇത് എന്നെ കോലമാണ്. ഇത് എന്നെ നീട്ടോണ്ട് വന്നേക്കുന്നത്. നല്ലതല്ലേ? എന്ത് നല്ലത്? വരുന്നത് അമ്മ എന്നെ ഒരുക്കി വിട്ടതാടാ. അമ്മയാണ് ഒരുക്കി വിട്ടാ. അടിച്ചിട്ട് ആരെന്നറിയാം? ഈ നാട്ടിലെ ഏറ്റവും വലിയ റൗഡിയാണ്. അമ്മയില്ലാത്ത കൊച്ച്. അതെങ്ങനെ ശരിയാ? അമ്മയില്ലാണ്ട് എങ്ങനെയാ കൊച്ചുണ്ടാവണേ? ഞാൻ തണ്ണിമത്തം മേടിച്ച് കീറിയപ്പോ അതിനകത്തിരുന്നതാ. മൊത്തം വെള്ളം എടുത്തോണ്ട് പോടെ. എങ്ങനെ വെള്ളം വരായിരിക്കും? ഞാൻ നോക്കിയപ്പോഴേ എന്റെ പശുവിന്റെ മേൽ 2 കാക്ക വന്നിരിക്കണേ. നിനക്കെന്താ? ഇവന്മാര് സ്ട്രൈറ്റ് കുടിക്കണമെന്ന് പാല്. നീ ഇവിടെ കളിയടിക്കില്ല കേട്ടോ. അവൻ ഇവനെ നല്ലപോലെ ഉപദേശിച്ചു. അമ്മ പറഞ്ഞടാ, നീ ഇങ്ങനെ നാട്ടുകാരെ മൊത്തം ഉപദേശിച്ച് നടക്കാതെ നിന്റെ മട്ടുപ്പാവില് നീ നിന്റെ സ്വപ്നങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പഠിക്കണമെന്ന്. 12 മൂട് കഞ്ചാവായിട്ടാ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹലോ നാൻസി, ഹൗ ആർ യു? അയച്ചു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നാൻസിയുടെ റിപ്ലൈ വന്നു. 2 മിനിറ്റ് ഓഡിയോ കോൾ 250 രൂപ, 5 മിനിറ്റ് വീഡിയോ കോൾ 550 രൂപ, രാത്രി 12:30 ശേഷം അൺലിമിറ്റഡ് ഫൺ ചാറ്റ്, അതും ഫ്രീ. ഇന്ത്യയിലേക്ക് ശാരദ എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? ഇവിടുത്തെ പുസ്തകങ്ങളുടെ പേരുകളാ. ഒറ്റ നിമിഷം കൊണ്ട് എത്ര ഡേ കെയറിന്റെ പേര് എന്റെ മനസ്സിൽ. ബെസ്റ്റില്ലയോ? കാര്യം പറ. ഡിപ്രഷൻ വന്നിട്ടേ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, പറയാൻ വരുന്ന വാക്കുകൾ അങ്ങ് വിഴുങ്ങി പോവാണ്. ചില്ലക്ഷരം ഉണ്ടെങ്കിൽ തൊണ്ട മുറിഞ്ഞു പോകും. പറഞ്ഞാലേ അച്ഛൻ ഭയങ്കര കോപിക്കല്ല. ദേഷ്യം ഉണ്ടെന്ന്. ഈ ദേഷ്യം കാരണം ഒരു
വീട്ടിലൊരു സാധനമാണ്. എന്തുവാ സ്നഗ്ഗി? സ്നഗ്ഗിയോ? എടാ അത് കൊച്ചുണ്ടായതിനു ശേഷം കുഞ്ഞിന് കൊടുത്താൽ പോലെ സ്നഗ്ഗി ഇപ്പഴാ കൊണ്ടുവരുന്നത് എന്തിനാണ്? ഏത് കുഞ്ഞിന്? പിന്നെ ഇത് കുഞ്ഞിനല്ലേ സ്നഗ്ഗി? കുഞ്ഞിനല്ല, പിന്നെ എനിക്കുള്ളതാ. എന്തിന്? ഞാൻ വേറെ വീട്ടിൽ ചെന്ന് കണ്ടല്ലേ കിടന്നു കൊള്ളും.